മക്കളോടും കുട്ടികളോടൊക്കെ നമ്മളിടയ്ക്ക് പറയാം മരണത്തെക്കുറിച്ച്. അവർക്ക് കേൾക്കാൻ ഇഷ്ടമുണ്ടാവില്ല. പക്ഷെ എന്നാലും എന്താ പറയുക, ഇടയ്ക്ക് നമ്മൾ മരിച്ചിട്ടാകെ ഷോക്കായി എടങ്ങേറാനേക്കാളും നല്ലത് ഇടയ്ക്കോരോ പ്രതീക്ഷ ഉണ്ടായിക്കോട്ടെ. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, അക്ബലത്ത് ഫാത്തിമ തംഷിക്കാന മഷിയത്തഹ മഷിയുൻ നബി. ഫാത്തിമ ഇങ്ങനെ നടന്നു വരുമ്പോൾ ഞാൻ നോക്കിയപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു വരുന്ന അതേ നടത്താണ് ഫാത്തിമയുടെ. ഫാത്തിമ റളിയല്ലാഹു അപ്പോൾ കാൽ നബി പറഞ്ഞു മർഹബൻ ബിബ്നത്തി. അപ്പോൾ ഫാത്തിമനെ വിളിച്ചു, എൻ്റെ മോളെ നിനക്ക് സ്വാഗതം. തുമ്മ അജ്ലസഹ അൻ യമീനിഹി. പിന്നെ നബി വലത്തേ ഭാഗത്ത് ഇരുത്തി. വ അൻ ഷിമാലി ഔ അൻ ഷിമാലിഹി. റാവിക്ക് സംശയം ഇടത്താണോ വലത്താണോ ഇരുത്തിയെന്ന്. സുമ്മ അസറ ഇലൈഹ ഹദീഥൻ ഫബക്കത്ത്. നബി എന്തോ എന്ന് അവളുടെ ചെവിയിൽ പറഞ്ഞു. അപ്പോൾ അവൾ കരഞ്ഞു. ഫഖുൽതു ലഹാ ലിമ തബ്കീൻ. ആയിഷ റബി ചോദിച്ചു, എന്തിനാ നീ കരഞ്ഞത്? തുമ്മ അസറ ഇലൈഹ. പിന്നെ എന്തോ ഒരു സ്വകാര്യം പറഞ്ഞു. ഫളഹിക്കത്ത്. അപ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ ചിരിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, മാ റഅയ്തു കൽ യൗമി ഫറഹൻ അക്റമ മിൻ ഹുസ്ൻ. ഇത്ര വലിയൊരു സന്തോഷം ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്ന്. ഫസഅൽതുഹാ അമ്മ. എന്തേ പറഞ്ഞു എന്ന് ആയിഷ ബി വീണ്ടും ഫാത്തിമ റളിയല്ലാഹു ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, മാ കുൻതു ലി അഫ്ഷിയ സിറ റസൂലല്ലാഹ്. റസൂൽ പറഞ്ഞൊരു സ്വകാര്യം ഞാൻ പരസ്യപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞ രഹസ്യം പറഞ്ഞു കൊടുത്തില്ല എന്നാണ്. എന്നിട്ട് പിന്നെ റസൂലുള്ളാഹിന്റെ മരണത്തിന് ശേഷം, വഫാത്തിന് ശേഷം ചോദിച്ചപ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞു കൊടുത്തു, അസറ ഇലയ്യ ഇന്ന ജിബ്രീൽ കാന യുആരിദുനി അൽ ഖുർആന കുല്ല സനതി മറ. എല്ലാ കൊല്ലവും ജിബ്രീൽ വന്ന് ഒരു വട്ടൻ്റെ ഖുർആൻ പാഠം നോക്കും. പക്ഷേ ഈ വർഷം 2 പ്രാവശ്യം അത് ചെയ്തു. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് വല അറാഹു ഇല്ല ഹദർ അജലി. അതുകൊണ്ട് ഞാൻ മരിക്കാറായിട്ടുണ്ട് എന്നാ വിചാരിക്കുന്നത്. മോളോടാ പറഞ്ഞു, ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കരളിൻ്റെ കഷ്ണമെന്ന് പറഞ്ഞു മകളോട് പറഞ്ഞു, ഇക്കൊല്ലം മോളെ ഞാൻ മരിക്കാൻ സാധ്യതയുണ്ട്, കാരണം ജിബ്രീൽ 2 വട്ടം വന്നു. വ ഇന്നകി അവ്വലു അഹ്ലു ബൈത്തി ലഹാഖം ബി ഫബകൈതി. നീയാണ് എൻ്റെ അടുക്കൽ ആദ്യമായിട്ട് അഹ്ലു ബൈത്തിൽ നിന്നും എന്നെ കണ്ടുമുട്ടുക, എന്നോട് വന്നു ചേരുക എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കരഞ്ഞു. അമാ തർളൈന അൻ തകൂനി സയ്യിദത നിസാഇ അഹ്ലിൽ ജന്ന. സ്വർഗ്ഗക്കാരുടെ സയ്യിദത്താവാൻ, നേതാവാകാൻ നീ ഇഷ്ടപ്പെടുന്നില്ലേ മോളെ എന്ന് ചോദിച്ചപ്പോൾ ഫളഹിഖ്തു ലിദാലിക്. അത് കേട്ടു ഞാൻ ചിരിച്ചു. അപ്പോഴാ ചിരിച്ചത്. അപ്പോൾ മരണത്തെക്കുറിച്ചും മക്കളോടും ഭാര്യനോടും കുട്ടികളോടൊക്കെ പറയാ, ഓർമ്മപ്പെടുത്തുക. അത് അവർക്കും ഓർക്കാൻ നല്ലതാണ്, നമുക്കും ഓർക്കുക. പെട്ടെന്ന് ഷോക്കിലാവണ്ടല്ലോ സുഹൃത്തുക്കൾ. എല്ലാവർക്കും ഒരു ധാരണ, നമുക്കും നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു അവസരമുണ്ടെന്ന് നേരെ ചിന്തിക്കുന്നത് നല്ലതാണെന്ന്.